ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എൻ വാസു 90 ദിവസം പൂർത്തിയായതാണ്. സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായതാണ്. എൻ വാസു അങ്ങനെ പുറത്തേക്കിറങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങനെ 5ാമത്തെ പ്രതിയും പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളതാണ്. എൻ വാസു പുറത്തേക്കിറങ്ങുന്നു. എൻ വാസുവിന് ഇപ്പോൾ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിൽ വരെ പോയപ്പോൾ സ്വർണ്ണക്കൊള്ള നടത്തിയ കേസല്ലേ, നിങ്ങൾക്ക് ജാമ്യമില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ഇത് സ്വാഭാവിക ജാമ്യമാണ്. 90 ദിവസമാണ്. ജാമ്യം നൽകാതെ തരമില്ല എന്ന സാഹചര്യത്തിൽ ഇതാ എൻ വാസുവും പുറത്തേക്കിറങ്ങുകയാണ്. അങ്ങനെ സ്വർണ്ണക്കൊള്ളയിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ ഇപ്പോൾ CPM നേതാവ് എൻ വാസുവും പുറത്തേക്കിറങ്ങുകയാണ്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരിമോഹൻ, എൻ വാസു പുറത്തേക്കിറങ്ങുന്നു. SITക്ക് അടുത്ത തിരിച്ചടിയായി. ഈ സ്വാഭാവിക ജാമ്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്നു. ഇന്നിപ്പോൾ ജാമ്യത്തിൽ ഉത്തരവാകുന്നു. തീർച്ചയായിട്ടും എൻ വാസു, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വാഭാവിക ജാമ്യം കിട്ടി 4ാമത്തെ ആളും ജാമ്യം ലഭിച്ച 5ാമത്തെ ആളും പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളതാണ്. ദേവസ്വം മുൻ കമ്മീഷണറും ദേവസ്വം മുൻ പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ സ്വാഭാവിക ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 90 ദിവസമായിട്ടും വാസു അറസ്റ്റിലായി 90 ദിവസമായിട്ട് പോലും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം വാസുവിന് കൂടി ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വാസു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങും എന്നുള്ളതാണ്. അതായത് CPMുമായി നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും രാഷ്ട്രീയ ബന്ധമുള്ള ആദ്യത്തെ അറസ്റ്റായിരുന്നു വാസുവിൻ്റേത് എന്നുള്ളതാണ്. സുധീഷ് കുമാറൊക്കെ CPMുമായി അടുത്ത് ബന്ധപ്പെട്ട് നിന്ന ആളാണെങ്കിൽ പോലും വാസുവിന്റെ അറസ്റ്റാണ് ഏറ്റവും ആദ്യം ഇതിൽ വിവാദമായതും അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിച്ചതും. ആ വാസുവാണ് ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SITയെ സംബന്ധിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ എല്ലാ തരത്തിലുള്ള സംരക്ഷണം ഉണ്ടെങ്കിൽ പോലും ആശങ്കയില്ല എന്ന് ദേവസ്വം ബെഞ്ച് പറയുന്നുണ്ടെങ്കിൽ പോലും SITക്ക് മുൻപിൽ SIT അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇത്ര ദിവസമായി 4 മാസത്തോളമായി അന്വേഷണം തുടങ്ങി പല ഘട്ടങ്ങളിലായി അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളൊക്കെ തന്നെ ഇങ്ങനെ പുറത്തേക്കിറങ്ങി വരുന്നു. അവർക്ക് പുറത്തിറങ്ങി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതിൽ വാസു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് കൂടിയായിരുന്നു. അതായത് ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ എൻ വാസു 2 ഘട്ടങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്ത് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് SIT നേരത്തെ വിലയിരുത്തിയിരുന്നത്. അതിൽ കട്ടിളപ്പാളി കേസിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ അറസ്റ്റ് സംഭവിച്ചതും.